ഹായ് നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട് സമയം കിട്ടാറില്ല. വേറൊന്നുമില്ല, നമ്മളെ ഈ വണ്ടി എടുത്തിട്ട് അത് ഹീറോന്റെ വിഡ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഒരു വർഷം ഉപയോഗിച്ചതിന്റെ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വണ്ടി ഞാൻ എടുത്തതിന് ശേഷം 2 വീഡിയോ ആണ് ടോട്ടൽ ഇട്ടുണ്ടായിരുന്നത്. 2 വീഡിയോസിന് താഴെ ഒരു 90% എബോ നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. മെയിൻ കാരണം ഈ വണ്ടി എടുത്ത സമയത്ത് ഒരു ഒന്നോ രണ്ടോ വണ്ടിയുടെ ബ്രേക്ക് ഡ്രം ക്രാക്കായിട്ട് ഒരാൾ മരണപ്പെട്ടു. വലിയ സംഭവം തന്നെയാണ്. വണ്ടി ഇറങ്ങിയ സമയത്താണ്. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വണ്ടി സെലക്ട് ചെയ്തത്. കാരണം ഞാൻ അവിടെ പോയി ചോദിച്ചിരുന്നു, ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇതുണ്ടോ. അപ്പോൾ അവർ പറഞ്ഞു ആ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരുന്നു, അതിപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ട്, പുതിയ ഒരു വെണ്ടറാണ് ഇപ്പോൾ ഡ്രം ചെയ്യണം എന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ പിന്നെ ഒരു 10 കൊല്ലത്തോളം ഞാൻ 2 വീലർ ഇൻഡസ്ട്രിയിലും കൊമേഴ്ഷ്യൽ വണ്ടികളിലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഒരു 3-4 വണ്ടിയാണ് മെയിനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും അല്ല, പിന്നെ ടി വി എസിൻ്റെ ഐക്യൂബ്, പിന്നെ ആ സമയത്ത് ചേതക്ക് ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു, പിന്നെ ഈ വണ്ടി. ഈ 4 വണ്ടിയാണ് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയത്. ഒലയുടെ പ്രശ്നം എന്തെങ്കിലും എനിക്ക് സീറ്റിംഗ് അത്ര കംഫർട്ടായി തോന്നിയില്ല, സർവീസ് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ അവരുടെ ബിഹേവിയർ എനിക്ക് അത്രയ്ക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പിന്നെ ചേതക്ക് ഉപയോഗിച്ച ചേതക്കല്ല, സോറി, ടി വി എസിൻ്റെ ഐക്യൂബ് ഉപയോഗിച്ച സമയത്ത് നല്ല സൂപ്പർ വണ്ടിയാണ് വണ്ടി. പക്ഷെ എനിക്ക് ഒരു 100 എബോ കിട്ടുന്ന മൈലേജ് ഉള്ള വണ്ടി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പെൻഡിങ് വെച്ചു. പിന്നെയുള്ളത് നോക്കിയ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോന്റെ ഈ വണ്ടിയും പോയി ടെസ്റ്റ് റൈഡ് ചെയ്തു. ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ ഞാൻ മെയിൻ തിങ് ഇതിൽ നോക്കിയിരുന്നത്, ഇതിൽ വരുന്നത് 2 റിമൂവൽ ബാറ്ററിയാണ്. എനിക്ക് എന്നെ അപേക്ഷിച്ച് ബാറ്ററി റിമൂവൽ ചെയ്യാൻ പറ്റുകയാണെന്ന് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടാണ്. അതുപോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. നമുക്ക് റിമൂവൽ ചെയ്തിട്ട് ബാറ്ററി ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻബിൽട്ട് ആയിട്ട് ചാർജ് ചെയ്യാം. ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്, ഒരു കാരണം. പിന്നെ സീറ്റ് കുറച്ചുകൂടി വൈഡ് സീറ്റാണ്. നമ്മൾ ഫാമിലിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടി ആയിരിക്കണം. പിന്നെ പിന്നെ അതുപോലെ തന്നെ മൈലേജ് ഒരു 100 എബോ പറയുന്നുണ്ട് അവർ. അപ്പോൾ വണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ. അങ്ങനെ ഞാൻ വണ്ടി എടുത്തു. വണ്ടി എനിക്ക് അന്ന് ഞാൻ പർച്ചേസ് ചെയ്തത് 1,29,000 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഒരു ക്യാമ്പയിൻ വഴിയാണ് എനിക്ക് വണ്ടി കിട്ടിയത്. ടോട്ടൽ ഡിസ്കൗണ്ടും കഴിച്ചിട്ട് അന്ന് 1,65 ആയിരുന്നു വണ്ടിയുടെ റേറ്റ്. ഞാൻ 1,29,900 വണ്ടി എടുത്തത്. ഇപ്പോൾ ഏകദേശം 15,000 മുകളിലായി, 15,500 കിലോമീറ്ററോളം ആവാറായി വണ്ടി എടുത്തിട്ട്. ഇതിനിടയിൽ എനിക്ക് വേറെ കംപ്ലൈൻസ് എന്ന് പറയാൻ വേറെ മേജർ കംപ്ലൈൻസ് ഒന്നും ഈ അടുത്ത കാലത്താണ് വന്നത്. വണ്ടി എടുത്ത സമയത്ത് തന്നെ ഇതില് വണ്ടി നല്ല സ്പീഡിൽ പോണ സമയത്ത് സ്ലോ ആവണ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിന് ലിംബ് ഹോം ഓൺ ആയി കിടക്കും. അത് വണ്ടി എടുത്ത ദിവസം തന്നെ അത് അവർ വന്ന് പിക്ക് ചെയ്ത് റെഡിയാക്കി തന്നു. പിന്നെ അതിന് ശേഷം ആ ഇഷ്യൂസ് പിന്നെ വന്നിട്ടില്ല. മൈലേജിൽ വേറെ ഡ്രോപ്സുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ഏകദേശം ഒരു 100 എബോ ഡെയിലി ഉപയോഗമുള്ളത്. ഞാൻ കൂടുതൽ വണ്ടി ഒരു 90% ഉപയോഗിക്കുന്നു എൻ്റെ ബിസിനസ്. അതായത് ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 100 എബോ മിനിമം ഓട്ടം ഉണ്ടാവും എല്ലാ ദിവസവും. കൂടുതൽ എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ, എൻ്റെ വീട് ചാലക്കുടി കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് എറണാകുളം പോയി വരുമ്പോൾ എങ്ങനെ പോയാലും 100 എബോ ഓട്ടം ഉണ്ടാവാറുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഏതറിൻ്റെ എല്ലാ ചാർജിങ് പോയിന്റിലും നമുക്ക് ചാർജ് ചെയ്യാം. ഹീറോന്റെ ചാർജിങ് പോയിന്റുകൾ അധികം ഇല്ല, ചാർജിങ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതിലും ചാർജ് ചെയ്യാം. ഇപ്പോൾ വണ്ടി എടുത്ത സമയത്ത് അതുപോലെ തന്നെ എനിക്ക് ഒരു ഓഫർ അവർ തന്നിട്ടുണ്ടായിരുന്നത്, ഈ വണ്ടി ക്യാമ്പയിൻ മുഖേന എടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ക്യാമ്പയിനിൽ എനിക്ക് 5 കൊല്ലത്തേക്ക് ഫ്രീ റീചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് ഫ്രീ ആണ്. അത് ഏതറിൽ അവർ പറഞ്ഞത് 1 ഇയർ ആകുമ്പോൾ ചിലപ്പോൾ കട്ടാവാൻ സാധ്യതയുണ്ട്. ഹീറോന്റെ ചാർജിങ് പോയിന്റിൽ 5 കൊല്ലത്തേക്ക് ഫ്രീ ആണ്. ഏതറിൽ ഇപ്പോൾ 1 ഇയർ ആയിട്ട് ഇപ്പോൾ ഇതുവരെ കട്ടായിട്ടില്ല. ഫാസ്റ്റ് ചാർജിങ് ഇപ്പോഴും ഫ്രീ ആണ് എനിക്ക്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. അത് മാത്രമല്ല, നമുക്കത് ഫ്രീയും കൂടി ആയി കിട്ടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ വണ്ടി ആബ്സല്യൂട്ട് ഫ്രീ ആയ ഒരു ലെവലിലാണ്. പിന്നെ ഈ അടുത്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ഈ വിഷു സമയത്ത്, അതായത് വിഷുവിന്റെ തലേദിവസം തോന്നുന്നു, വണ്ടിയുടെ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ആ സർവീസ് കഴിഞ്ഞിട്ട്, അതായത് 3ാമത്തെ സർവീസ് ജസ്റ്റ് കഴിഞ്ഞു. സർവീസ് കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ തന്നെ, കൊണ്ടുവന്ന പിറ്റേ ദിവസം തന്നെ എനിക്ക് ചാർജിങ്ങിന്റെ ഒരു ഇഷ്യൂ പോലെ തോന്നിയിരുന്നു. വണ്ടി ചാർജ് ചെയ്യുമ്പോൾ ഒരു എന്താ പറയാ, കറക്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൺ ആവുന്നില്ല, ചാർജിങ്ങിന്റെ അല്ല, ഓൺ ആവുന്നില്ല. പിറ്റേ ദിവസം നോക്കിയ സമയത്ത് വണ്ടി ഓൺ ആവാതെ. ഇപ്പൊ ഞാൻ അവിടുത്തെ ടെക്നീഷ്യൻ, നമ്മളെ സർവീസ് അഡ്വൈസർ വിളിച്ചു, ആളെ ഫോൺ എടുക്കണില്ല. ഫോൺ എടുക്കാൻ പൊതുവെ മടിയുള്ള ആൾക്കാരാണ്. ഞാൻ സർവീസിന് ഒരു 1 ഇയർ ആയിട്ടുള്ള, ഞാൻ തൃശ്ശൂർ കല്യാണിലാണ് സർവീസിന് കൊടുക്കാറുള്ളത്. 3 വട്ടം. വേറെ അങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഫോൺ എടുത്തില്ല. എനിക്ക് അവിടുത്തെ MD-യുടെ നമ്പർ അറിയായിരുന്നു. വേറെ ഒരാളും കൂടി നമ്പറിൽ ഞാൻ വിളിച്ചു, അവരാരും ഫോൺ എടുക്കണില്ല. അപ്പോൾ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരുന്നു, ഫോൺ എടുക്കണില്ല. അപ്പോൾ MD-യുടെ നമ്പറിൽ വിളിച്ചപ്പോൾ ആള് പറഞ്ഞു, അവിടെ ടെക്നീഷ്യനോട് സംസാരിപ്പിച്ചു. അന്ന് മുടക്കായിരുന്നു കേട്ടോ അവർക്ക്.
ആള് ഇങ്ങനെ പറഞ്ഞു, ഇതിന്റെ ഓക്സിലറി ബാറ്ററി ഉണ്ട്, 2 ടൈപ്പ് ബാറ്ററിയാണ് ഉള്ളത്. ഒന്ന് നമുക്ക് സ്റ്റാർട്ടിങ്ങിലും ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ഓക്സിലറി ബാറ്ററി ഇതിന് താഴെ ഉണ്ടാവും ഒരെണ്ണം, നമ്മൾ സാധാ ബാറ്ററി, സ്കൂട്ടറിലുള്ള സാധാ ബാറ്ററി. പിന്നെ ഒന്നുള്ളത് നമ്മൾക്ക് മൈലേജിന് ഉപയോഗിക്കുന്ന, അതായത് ഡ്രൈവിന് ഉപയോഗിക്കുന്ന 2 ബാറ്ററി ഉള്ളത്. അപ്പൊ ഈ ബാറ്ററിയുടെ അഴിച്ചെടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെക്ക് ചെയ്യാനായിട്ട് പോയപ്പോൾ എല്ലായിടത്തും മുടക്കല്ലേ. പിന്നെ ഒരു സൺഡേ, അതായത് വിഷുവിന്റെ തലേദിവസം, ഞായറാഴ്ച ഏപ്രിൽ 13-ാം തീയതി അടുത്തുള്ള ഒരാളെ വിളിച്ച് ആൾ തുറന്ന് ചാർജ് ചെയ്ത് നോക്കിയിട്ട് ബാറ്ററി ഡെഡാണ്, ചാർജ് കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വാറണ്ടിക്ക് വിടണം. എനിക്കാണെങ്കിൽ വണ്ടി നമ്മൾ വൈഫ് ഹൗസിലേക്കൊക്കെ പോകണം, ഈ മുടക്കങ്ങളല്ലേ, വിഷു സമയത്തൊക്കെ പോകേണ്ടത് കൊണ്ട് വണ്ടി അർജന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഈ ബാറ്ററി വാറണ്ടിക്ക് വിട്ട് കഴിഞ്ഞാൽ കുറേ ഡിലേ വരും. അപ്പൊ അത് എന്തായാലും വാറണ്ടിക്ക് വിടാം. അതിന്റെ ഒപ്പം തന്നെ ഞാൻ പുതിയ ബാറ്ററി പർച്ചേസ് ചെയ്തു, ആമറോണിന്റെ പുതിയ ബാറ്ററി പർച്ചേസ് ചെയ്തു. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ബാറ്ററി വാറണ്ടിക്ക് ഫോർവേഡ് ചെയ്തു, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് മാത്രമാണ് എനിക്ക് ഒരു ഇഷ്യൂ എന്ന് പറയാം. 1 ഇയർ ആയിപ്പോ, അത് വാറണ്ടി പീരീഡിലായതുകൊണ്ട് റീപ്ലേസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്യൂ ആയിട്ട് വന്നിട്ടുള്ളൂ, വേറെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പിന്നെന്താ, അതിനിടയിൽ വണ്ടിയല്ല ആക്ച്വലി ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അത് ഹൈവേ കൂടെ പോകുമ്പോൾ തന്നെയാണ്. തൃശ്ശൂർ പട്ടിക്കാട് എന്ന സ്ഥലത്തേക്ക് കൂടെ ഞാൻ പാസ് ചെയ്യുന്ന സമയത്ത് തേനീച്ചക്കൂട്ടാണോ കടന്നല്ലാണെന്ന് അറിയില്ല, വന്ന് ഇതായി വണ്ടി സ്കിഡായി പോയി, ഞാൻ വീണു. 1 മാസത്തോളം ഞാൻ റെസ്റ്റിലായിരുന്നു. അതിപ്പോ വണ്ടിയുടെ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. വണ്ടി സൈഡ് ചെരിഞ്ഞ് വീണ് കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. അങ്ങനെ ഓടിക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാലൊക്കെ ചെറിയ ഫ്രാക്ചർ ഇല്ല, ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്ലെയിമിൽ ചെയ്തിട്ട് എനിക്ക് 500 റുപ്പീസാണ് ആകെ ചിലവായുള്ളൂ. ബാക്കിയൊക്കെ ക്ലെയിമിൽ കിട്ടി. ഇതാണ് മെയിനായിട്ട് ഒരു ഇഷ്യൂ. ഒരു 1 ഇയർ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്യൂ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഉപയോഗിച്ചിടത്തോളം ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ സർവീസിന്റെ ഭാഗത്ത് നമുക്ക് അധികം ഇഷ്യൂസ് വരാത്തത് കൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമുക്ക് എപ്പോഴും വർക്ക്ഷോപ്പിൽ കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ, മറ്റേ വണ്ടികളാകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ സർവീസിന് പോകണം, അവിടെ വയ്ക്കണം. ഞാൻ അവിടെ കൊണ്ടുപോകുമ്പോൾ ഇലക്ട്രിക് വണ്ടി കൊണ്ട് തന്നെ 1 ഇയർ വെയിറ്റിംഗിലാണ് ഞാൻ സർവീസ് ചെയ്ത് പോരാറ്. കാരണം എനിക്ക് ഇവിടുന്ന് ഏകദേശം 25 കിലോമീറ്ററിലുണ്ട് ഈ സർവീസ് സെന്ററിലേക്ക്. അതൊരു പ്രശ്നമാണ്, നമ്മളെ നിയറസ്റ്റും സർവീസ് സെന്ററുകളില്ല. അപ്പൊ അവിടെ പോയി 1 ഇയർ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ സർവീസ് ചെയ്ത് പോരാറുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്നത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ വണ്ടി എടുക്കാതിരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ വണ്ടി നിങ്ങൾക്ക് 100% വർത്തായിട്ടുള്ള വണ്ടി. എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ, 100% വർത്തായിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ നേരത്തെ ഇട്ട വീഡിയോന് താഴെ ഒരാൾ പറഞ്ഞു ആളെ 55,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞു. ഇതുവരെ ഒരു ഇഷ്യൂസ് വന്നിട്ടില്ല എന്ന് പറയണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അന്നത്തെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് വണ്ടി എടുക്കാതിരിക്കരുത്. കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് കാണിച്ചു തരാം. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഇതിലത്തെ ഫീച്ചേഴ്സ് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറില്ല കേട്ടോ. കാരണം ഇതിൽ മാപ്പും കാര്യങ്ങളും ഞാൻ ഉപയോഗിക്കാറില്ല, ജസ്റ്റ് ഓണൊക്കെ ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. സ്വിച്ച് അസംബ്ലി ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ഹാർഡാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡാണ് സംഭവം. അത് ഇത്തിരി മോശം, ഇതിന്റെ ക്വാളിറ്റി മോശമാണ് സ്വിച്ചസിന്റെ അസംബ്ലിയുടെ കേട്ടോ. പിന്നെ ഞാൻ ആദ്യം വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫൈബർ പാർട്സ് ക്വാളിറ്റി കുറവെന്ന് വിചാരിച്ചത്. പക്ഷേ വണ്ടി നല്ല വീഴ്ച വീണിട്ടുണ്ട്. എന്നിട്ട് വണ്ടിക്ക് ക്രാക്കോ കാര്യങ്ങളോ വന്നിട്ടില്ല, സ്ക്രാച്ചസ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഹൈവേയിൽ കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിൽ ചാർജിങ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് ഇതുപോലെ ചാർജ് ചെയ്യാം. ഈ ചാർജിങ് നമുക്ക് വീട്ടിൽ ബാറ്ററി ഊരാതെ റിമൂവ് ചെയ്തിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് കയറിക്കോളും, ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയിക്കോളും. വേറെ ഇത് നോർമൽ ചാർജിങ് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ 2 ടൈപ്പ് ബാറ്ററി ആണുള്ളത്. 2 ബാറ്ററി ഇത് ഊരി നമുക്ക് ചാർജ് ചെയ്ത് പുറത്തേക്ക് ഊരിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ ഇതെവിടെയാണ്, ഇതാണ് ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ ഉള്ളത്. ഇത് നമുക്ക് ഏതറിന്റെ സർവീസ് പോയിന്റിലും ഹീറോന്റെയും ചാർജ് ചെയ്യാം. നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 5 മണിക്കൂർ 5.5 മണിക്കൂറൊക്കെയാണ് ഫുൾ ചാർജ് ആവാൻ വേണ്ടി വരുന്നത്. ഫാസ്റ്റ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40-45 മിനിറ്റ് ഉണ്ട് ഏകദേശം ഫുൾ ചാർജ്. 1 മണിക്കൂറിൽ താഴെ ഫുൾ ചാർജ് ആവും. ഞാൻ സാധാരണ ഫുള്ള് ഡെഡായിട്ട് ചാർജ് ചെയ്യാറില്ല. ഇവിടുന്ന് പോണ സമയത്ത് ആലുവയിലൊക്കെ എത്തുന്ന സമയത്ത് ചാർജ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ എറണാകുളമൊക്കെ ഇറങ്ങി വീണ്ടും ആലുവയിൽ എത്തുമ്പോൾ ഏതാണ്ട് സർവീസ് ഉണ്ട് അവിടെ ആലുവയിൽ. അവിടെ പോയിട്ട് വീണ്ടും ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ടാണ് വീട്ടിലോട്ട് വരാറുള്ളത്. അങ്ങനെ ഫുള്ള് ഡെഡായി നിർത്താറില്ല. കാരണം നമ്മളിത് ഒരു പ്രിക്കോഷൻസ് എപ്പോഴും വേണം. കാരണം നമ്മൾ പെട്രോൾ അടിക്കുന്ന പോലെയല്ല, നമുക്കൊരു 40% ആകുമ്പോൾ ഇതിലെങ്കിലും ചാർജിങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിന് മുമ്പുണ്ടായിരുന്ന നെഗറ്റീവിനെ അപേക്ഷിച്ച് അത് നോക്കിയിട്ട് വണ്ടി എടുക്കാതിരിക്കരുത്. ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ വണ്ടി. അടിപൊളി വണ്ടിയാണ്. ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളും എനിക്ക് അറിയില്ല. ഞാൻ എടുത്തപ്പോൾ 1,29,900 ആയിരുന്നു, 1,30,000 ആയിരുന്നു ടോട്ടൽ എമൗണ്ട്. വേറെ കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് കാര്യങ്ങൾ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കൂ. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി എടുക്കൂ. ഇതാണ് 1 കൊല്ലം ഉപയോഗിച്ച എൻ്റെ റിവ്യൂ.